ഇവിടെ എല്ലാ സാധനങ്ങളും സുലഭമായിട്ടുണ്ട്. എല്ലാ സബ്സിഡി ഐറ്റംസും അതുപോലെ നോൺ മാവേലി ഐറ്റംസും എല്ലാം എത്തിയിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾ മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ് സന്തോഷ വാർത്ത. നമുക്കിപ്പോൾ വിപണിയിൽ ഏറ്റവും വില കൂടി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് വരെ വളരെ വില കുറഞ്ഞ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. 400 റുപ്യേന്റെ പുറത്താണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. അത് നമ്മൾ 339 റുപ്യക്ക് കൊടുക്കുന്നത്. അതുപോലെ സബ്സിഡി സാധനങ്ങൾ സുലഭമായിട്ടുണ്ട് താനും, അതിന് വളരെ വില കുറവാണ്. അതുപോലെ നോൺ മാവേലി ഐറ്റംസ് വരെ റേറ്റിനെക്കാളും വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ അരി ഇഷ്ടംപോലെ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ വരുന്ന ആളുകളും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം സാധനങ്ങൾ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ സന്തോഷവാന്മാരാണ്. നല്ല രീതിയിൽ ഓണം ഈ പ്രാവശ്യം ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് പോകുന്നത്. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും അത് തന്നെയാണ്. 4-ാം തീയതി 8 മണി വരെ ഓണം ഫെയർ ഉണ്ടാവും. റേഷൻ കാർഡുമായിട്ട് വരുന്ന ആൾക്കാർക്ക് സബ്സിഡി റേറ്റ് കൊടുക്കും. ഇനി റേഷൻ കാർഡ് ഇല്ലാതെ വരുന്ന ആളുകൾക്കും സാധനം എടുക്കാം. അപ്പം നമുക്ക് സബ്സിഡി കിട്ടൂല എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അടുത്ത മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത. സാധാരണ നമ്മൾ 1 മാസത്തെ ഐറ്റംസ് ആണ് കൊടുക്കൽ. ഈ പ്രാവശ്യം മുതൽ നമ്മൾ 2 മാസത്തെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വർഷം പറയാനുള്ളത്, നമുക്ക് സമൃദ്ധി കിറ്റുണ്ട്, മിനി സമൃദ്ധി കിറ്റുണ്ട്. 1000 രൂപയ്ക്കുള്ള സമൃദ്ധി കിറ്റും 500 രൂപയ്ക്കുള്ള മിനി സമൃദ്ധി കിറ്റുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ കിറ്റും. ഇത് 3 ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുറമെയൊക്കെ നമ്മളെ ഈ കൈമ ബിരിയാണി അരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ 200 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒരു 150, 175 ആ റേറ്റിലാണ് വരുന്നത്. ആ സാധനം നമ്മൾ 1 കിലോന് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതും ആളുകൾ കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്.